കളശല്യം വ്യാപകമായതോടെ നെൽകൃഷി മേഖല പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാലാവസ്ഥ തന്നെയാണ് കളശല്യത്തിന് വില്ലനായി മാറിയത്. ഒന്നാം വിള നെൽകൃഷി കർഷകന് സാമ്പത്തിക ബാധ്യതയായി മാറി. വിളവ് ഗണ്യമായി കുറയും. ഒന്നാം വിള കൃഷിയിൽ കളശല്യം രൂക്ഷമായിരിക്കുകയാണ്. തവട്ട, പൊള്ളക്കള, കറുകപ്പുല്ല് എന്നിവയാണ് വ്യാപകമായി കൃഷിയിടങ്ങളിൽ കാണുന്നത്. കളശല്യം കർഷകന്റെ കൃഷി ഇറക്കാനുള്ള ചിലവ് വർദ്ധിപ്പിക്കുകയും വിളവിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കളനാശിനികൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് നെൽവയലുകളിൽ കളകൾ രൂക്ഷമായത്. ഇക്കൊല്ലത്തെ ഒന്നാം വിള നെൽകൃഷി വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. കാരണം കാലാവസ്ഥ തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും വലിയ വില്ലൻ. ഒന്നാം വിള നെൽകൃഷി വിളവിറക്കിയത് പൊടിവിത നടത്തിയ വയലുകളിലെല്ലാം തന്നെ കള അതിരൂക്ഷമാണ്. തവട്ട, പൊള്ളക്കള തുടങ്ങിയ വിവിധ കളകൾ, ചെടികളെല്ലാം തന്നെ നിറഞ്ഞ് കർഷകർക്കത് പരിചരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പെയ്യേണ്ട വേനൽ മഴ, ഒരു പക്ഷേ മാർച്ച് അവസാനം തന്നെ പെയ്യേണ്ട വേനൽ മഴയിൽ നിലങ്ങൾ ഒരുക്കി ഉഴുതുമറിച്ച് തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷം മാത്രമാണ് പൊടിവിതയോ നടിയിലിനോ വയലുകൾ സജ്ജമാക്കുന്നത്. ഇക്കൊല്ലാവട്ടെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മഴ തീരെ ലഭിക്കാത്തതും മെയ് അവസാനത്തോടുകൂടെ ഒന്നിച്ച് മഴ പെയ്യുകയും ചെയ്തതോടെ കർഷകരെല്ലാം തന്നെ മുന്നൊരുക്കങ്ങൾ കൂടാതെ പൊടിവിത നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ പൊടിവിത നടത്തിയതോടുകൂടെ കളകൾ ധാരാളം മുളച്ചു വരുന്ന സ്ഥിതിയെത്തി. കളനാശിനികൾ പ്രയോഗിച്ചെങ്കിലും കളനാശിനിയെ തന്നെ പ്രതിരോധിക്കുന്ന തരത്തിൽ പുതിയ കളകൾ ഉയർന്നു വരുന്നു എന്നതാണ് നെൽവയലുകളുടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രയാസം. വിവിധ മരുന്നുകൾ, കീടനാശിനികൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും കീടനാശിനികളും അതുപോലെ തന്നെ കളനാശിനികളും മാറി മാറി ഉപയോഗിച്ച് വയലുകൾ വിഷലിപ്തമാക്കിയെങ്കിൽ പോലും ഇന്നും പുതിയ പുതിയ കളകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പ്രയാസത്തിലേക്കാണ് കൃഷിക്കാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലഭിക്കേണ്ട വേനൽ മഴയുടെ കുറവാണ് കളശല്യം രൂക്ഷമാവാൻ കാരണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെയ്യുന്ന മഴയിൽ വയലുകളിൽ ഒന്നോ രണ്ടോ തവണ ഉഴുതുമറിക്കുന്നു. അതോടെ കളകളെല്ലാം തന്നെ മുളച്ചു വരുന്നതിനാൽ പിന്നീട് പൊടിവിത നടത്താനോ പറിച്ചുനടിയിൽ നടത്താനോ വയലുകൾ ഒരുക്കുമ്പോൾ കളകളെല്ലാം തന്നെ നശിക്കും. എന്നാൽ ഇക്കൊല്ലം വേനൽ മഴ കുറഞ്ഞതും മെയ് മാസം 3-ാം വാരത്തോടുകൂടെ പൊടിവിതയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥ വരികയും ചെയ്തതോടെ കർഷകർ കൂടുതൽ പേരും പൊടിവിത നടത്തി. ഒന്നാം വിള ഇറക്കുന്നതിന് പൊടിവിത നടത്തുന്നത് കർഷകർക്ക് ചിലവ് കുറയും, വിളവ് വർദ്ധിക്കുകയും ചെയ്യുമെന്നതാണ് പൊടിവിതയുടെ ആകർഷണം. പൊടിവിത നടത്തി പിന്നീട് മഴ മാറിയതോടെ കളകൾ മുളച്ചു വരാൻ തുടങ്ങി. കനത്ത മഴ പെയ്ത് വയലുകളിൽ ജലനിരപ്പ് ഉയരുന്നതിന് പകരം കളകൾ ഉയർന്നു വരാൻ അനുയോജ്യമായ ചാറ്റൽ മഴ തന്നെയാണ് ഇതുവരെ ലഭിച്ചത്. ഇത് കളശല്യം രൂക്ഷമാകാൻ തുടങ്ങി. കളനാശിനികളും ഫലപ്രദമല്ലാതായി. തൊഴിലാളികളെ ഉപയോഗിച്ച് കളകൾ പറിച്ചു മാറ്റുന്നതിന് ഒരേക്കറിന് 35,000 രൂപ മുതൽ 40,000 രൂപ വരെ ചിലവ് വന്നതായി കർഷകർ പറയുന്നു. പൊതുവെ നടിയിലിൽ കളകൾ കുറവായിരിക്കും എന്നൊരു ധാരണയുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടിയിൽ നടത്തിയ വയലുകളിലും ധാരാളം കളശല്യം വരുന്നത് കാർഷിക മേഖലയിലെ ചെലവ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഒന്നാം വിള നെൽകൃഷിക്ക് ഒരു കർഷകൻ പറഞ്ഞത് ഏകദേശം ഒരു ഏക്കറിന് 35,000 മുതൽ 40,000 രൂപ വരെ കള പറിക്കാൻ മാത്രം ചെലവ് വന്നു. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് കർഷകർ ചോദിക്കുന്ന ചോദ്യം. ഇതിന് പുതിയ സംവിധാനങ്ങളൊന്നും തന്നെയല്ല. ഒരു പക്ഷേ പരമ്പരാഗത രീതിയിൽ കൃഷി നടത്തുമ്പോൾ വിത്തുമാറ്റം, കളമാറ്റം തുടങ്ങിയ ഉഴുതുമറിക്കൽ നിരവധി തവണ വരുമ്പോൾ അതോടൊപ്പം തന്നെ കളപറിക്കാൻ ധാരാളം സ്ത്രീ തൊഴിലാളികൾ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇന്നെല്ലാം യാന്ത്രികമായതോടുകൂടെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കളശല്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കളകളെല്ലാം പറിച്ചു മാറ്റി അത് വിളവിനെയും ദോഷകരമായി ബാധിക്കും. കാരണം വിളവ് വലിച്ചെടുക്കേണ്ട വളങ്ങളെല്ലാം തന്നെ കളകൾ വലിച്ചെടുക്കുന്നതോടുകൂടെ വിളവിനെ വളരെ ദോഷകരമായി ബാധിക്കും. ഏകദേശം 60 ദിവസത്തോളം മൂപ്പെത്തി എന്നാണ് പറയുന്നത്. 50 മുതൽ 60 ദിവസം വരെ വന്നു കഴിഞ്ഞു. ഇനി 10-25 ദിവസം കഴിഞ്ഞാൽ കതിർ വരേണ്ട കാലഘട്ടമായി, പൊട്ടിൽ വന്ന് കതിർ വരേണ്ട കാലഘട്ടമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴും മഴ പെയ്യാത്തതുകൊണ്ട് വിതയോ നടിയിലോ കഴിഞ്ഞാൽ നെൽവയലുകളിൽ വെള്ളം നന്നായി കെട്ടി നിർത്തിയെങ്കിൽ മാത്രമേ വളപ്രയോഗം നടത്താൻ കഴിയൂ, എങ്കിലേ കള വരാതിരിക്കൂ. ഇക്കൊല്ലത്തെ വ്യത്യസ്തമായിക്കൊണ്ട് മഴ ഇപ്പോഴും കളയ്ക്ക് അനുയോജ്യമായ ചാറ്റൽ മഴ മാത്രമാണ് ലഭിക്കുന്നത്. കർഷകർ വലിയൊരു പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത്. ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. കൂട്ടുവളങ്ങളുടെ നിയന്ത്രണവും വിലക്കയറ്റവും കളശല്യവും മൂലം ഒന്നാം വിള കനത്ത നഷ്ടത്തിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ 2-ാം വിളയുടെ നെല്ല് സപ്ലൈകോ സംഭരിച്ച പണം ലഭിക്കാത്തതും കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. 2-ാം വിള നെൽകൃഷിയുടെ പണം ഇനിയും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം വിള ഇറക്കിയ പണം ഇനിയും കിട്ടാത്തൊരവസ്ഥയിലാണ്, പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഇത് നെൽകൃഷിയുടെ അന്ത്യം കുറിച്ച് മാത്രമേ ഈ പ്രതിസന്ധി കടന്നു പോകൂ എന്നാണ്
കർഷകരുടെ അഭിപ്രായം. UTV ന്യൂസ് പാലക്കാട്.